സംസ്ഥാനതല ഓണം വാരാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തലസ്ഥാനത്ത് 35 വേദികളിലായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ശോഭനയുടെ നൃത്തപരിപാടിയും അരങ്ങേറും. ഓഗസ്റ്റ് 30-ന് 2000-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. സന്ദ്ര സജുവും ശരത് എസും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്ദ്ര സജു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് നിൽക്കുന്നത്. സന്ദ്ര, ഓണക്കാലമായാൽ പിന്നെ തിരുവനന്തപുരം ഒരു ആഘോഷമാണ്, എല്ലാം ആഘോഷമാണ്. അതിനൊപ്പം ഓണക്കാലത്താണെങ്കിൽ അവിടെ ഓണം വാരാഘോഷ പരിപാടികളുണ്ട്. നമുക്ക് ഈ വൈകുന്നേരം ലൈറ്റ് കാണാൻ പോകുന്ന പരിപാടിയുണ്ട്. അതിനൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാവരും എത്തുന്ന സാഹചര്യം, അങ്ങനെ ആകെ കൂടിയ ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തിലേക്ക് കാഴ്ചകളും അവിടെയുണ്ട്. സന്ദ്ര, മധു പറഞ്ഞതുപോലെ തന്നെയാണ്, ഓണത്തിന്റെ ഒരു മൂഡിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെയും വെള്ളിയാഴ്ച തന്നെ അടച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, എല്ലാവർക്കും അവധിയൊക്കെ ഉള്ള ഒരു ദിവസമാണ്. ഓണത്തിന് മുന്നേ ഉള്ള അവസാനത്തെ ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാവിലെ മുതൽക്ക് തന്നെ വലിയ തിരക്ക് എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. അത് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മളിതാ ഇപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ സ്പോട്ടിന്റെ അവിടെ ആ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി വരുന്ന ആളുകളെ കാത്ത് വഴിയോരത്തെല്ലാം ഒത്തിരി അധികം കച്ചവടക്കാർ ഇപ്പോൾ തന്നെ വന്ന് നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മധു, ഇനിയിപ്പോൾ നമുക്കറിയാം നാളെ ഇനിയിപ്പോൾ പൂരാടവും അതിന്റെ തൊട്ടടുത്ത ദിവസം ഇനിയിപ്പോൾ ഉത്രാടപ്പാച്ചിലും ഒക്കെ ആകുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് മുൻപേ തന്നെ നമുക്കിതാ കാണാം, വഴിയോരങ്ങളിലൊക്കെ തന്നെ ഒത്തിരി അധികം ആളുകൾ കച്ചവടത്തിനായി വന്ന് ഇരിക്കുന്നുണ്ട്. ആളുകൾ സാധനം വാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഓണത്തിന്റെ ഒരു ഫുൾ മൂഡിലേക്ക് ഇവിടെ തിരുവനന്തപുരം എന്തായാലും നഗരം എന്തായാലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മധു തിരുവനന്തപുരംകാരി ആയതുകൊണ്ട് തന്നെ മധുവിന് പ്രദേശമൊക്കെ നന്നായിട്ടായിരിക്കും. നമുക്കറിയാം ഇവിടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കമ്മലും മാലയും ഒക്കെ വാങ്ങി കുപ്പിവളയും ഒക്കെ വാങ്ങി പോകാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അത് മാത്രവുമല്ല, ഇവിടെ തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി ഈ തുണിക്കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇന്ന് വലിയ തിരക്കായിരിക്കും സ്വാഭാവികമായിട്ടും അനുഭവപ്പെടുക. അപ്പം അങ്ങനെ ഈ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടി ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ നമ്മൾ ചാല മാർക്കറ്റിൽ പോയിരുന്നു. അപ്പം അവിടെയും വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലായിടങ്ങളിലും ഒരു ഓണം മൂഡ് എന്തായാലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓണമൊക്കെ എത്തിയോ? ഓണമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. കമ്മലും മാലയൊക്കെ വാങ്ങിയോ? അതിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയോ? അതെ അതെ, നാളെ ഓഫീസിൽ ഫംഗ്ഷനാണ്, അതിന് ഇറങ്ങി. ഡ്രസ്സൊക്കെ മേടിച്ചോ? മേടിച്ചു. ഇവിടെ തിരുവനന്തപുരം തന്നെയാണോ? ലൈറ്റൊക്കെ കാണാൻ പോയായിരുന്നോ? ഇല്ല, പോണം. അങ്ങനെ ഇവിടെ ആളുകൾ. ചേച്ചി, ഓണമൊക്കെ എത്തിയോ? ഓണമൊക്കെ എത്തി. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. കമ്മലും മാലയൊക്കെ നോക്കുന്നുണ്ട്. മേടിച്ചോ? മേടിച്ചില്ല. അമ്പലത്തിൽ കയറാൻ വന്നെയാണോ? അല്ല, ഇങ്ങോട്ടാ വന്നത്. പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. തുണിയൊക്കെ മേടിച്ചോ? മേടിച്ചു. നൈറ്റികളൊക്കെ മേടിച്ചു. അപ്പൊ ചേച്ചി എല്ലാം മേടിച്ചു. ഇപ്പം ഓണമൊക്കെ ആഘോഷം, സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ട്. സാധനമൊക്കെ മേടിച്ചു. എല്ലാം മേടിച്ചു. പേരെന്താ? എൻ്റെ പേര് കൃഷ്ണകുമാരി. എവിടെയാ വീട്? ഞാണ്ടൂർക്കോണം. ഓക്കെ. അപ്പം ചേച്ചി എല്ലാം മേടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പൊ രാവിലെ പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇല്ല മധു, ഞാൻ ഓണക്കോടിയൊന്നും മേടിച്ചില്ല. എന്തായാലും മേടിക്കണം എന്നാണ് കരുതുന്നത്. ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് പോയി മേടിക്കണം. ചേട്ടാ, കച്ചവടമൊക്കെ? கச்சோடம் ஒன்றும் இல்லை, வியாபாரம் ஒன்றும் 3 நாள் தவசம் இருக்குது. இன்னும் வியாபாரம் கச்சம் ரொம்ப கம்மியாக இருக்குது. ഒരു പ്രശ്നമാണോ? மழை பிரச்சனை அப்பப்போ பெய்யுது, அப்பப்போ போயிருது. ஆமாம், നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ எல்லாம் உண்டு. எல்லாம் சகாய விலைக்கு, இஷ்டப்பட்ட விலைக்கு மக்களுக்கு. ഇവിടുന്ന് വരുന്നേ 200, 300, 350 ഇവിടെ സാധനം ഉണ്ട്. മധു, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെയാണ് അവര് വിൽക്കുന്നത്. പലയിടങ്ങളിൽ നിന്നായിട്ട് കച്ചവടത്തിന് വന്ന, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മഴ ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. അത് കാരണം പെട്ടെന്ന് നമ്മൾ നിലച്ചിരിക്കാത്ത സമയത്താണ് മഴ വരുന്നത്. അത് ഇവർക്ക് ഈ തുണികളൊക്കെ പെട്ടെന്ന് മൂടി വെക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ് അവര് പറയുകയും ചെയ്തത്. കച്ചവടം വലിയ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സന്ദന പറഞ്ഞു, അവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും. നല്ല കുപ്പികളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിപ്പോകാം. പക്ഷേ അതിന്റെ കൂടെ തിരുവനന്തപുരക്കാർക്ക് മറ്റൊരു വീക്ക്നെസ് കൂടിയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ഒരു മസാല ദോശ കഴിക്കുക എന്നതുകൂടി രാവിലത്തെ ഒരു ശീലം കൂടിയാണ്. അതായത് അതിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഒരു മസാല ദോശ ഒക്കെ കഴിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ പൂരിയും വടയും ഒക്കെ ആണെങ്കിലും അതൊക്കെ കഴിച്ച് ഇറങ്ങി പോകുന്ന ഒരു രീതി കൂടിയുണ്ട്. നല്ല രസമാണ്, അതൊരു വൈബാ. അപ്പോൾ ശരത് എസ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ശരത്തുള്ളത് പാളയം മാർക്കറ്റിലാണ്. ശരത്ത്, നല്ല തിരക്കുണ്ടോ? ഈ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഞാനും കുറച്ച് മുമ്പാണ് ഓർത്തത്, ഞായറാഴ്ചയാണല്ലോ, ഓണത്തിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉത്രാടപ്പാച്ചിൽ ശരിക്കും ഇന്ന് നടക്കും അല്ലേ?
തീർച്ചയായും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും തിരക്ക് അത്ര കാര്യമായി ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. എന്നിരുന്നാലും വൈകിട്ടോടുകൂടി തന്നെ ആളുകളൊക്കെ തന്നെ എത്തി കൂടുതൽ തിരക്കിലേക്ക് എത്തും. പ്രത്യേകിച്ച് ഓണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികളുള്ളത്. ആ സാഹചര്യത്തിൽ പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങളൊക്കെ തന്നെ നേരത്തെ വാങ്ങിവെക്കും. വിലവർദ്ധനവടക്കമുള്ള ആശങ്കകൾ മലയാളികൾക്കുണ്ട്. ആ സാഹചര്യത്തിൽ എന്തായാലും അവരിത്തരത്തിൽ നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങിവെക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ വില വിവരം നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്. അങ്ങനെ വലിയ വിലവർദ്ധനവുള്ളതായി പറയുന്നില്ല. എന്നിരുന്നാലും വലിയുള്ളിക്കും ക്യാരറ്റിനുമൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കും. ചേട്ടാ, എങ്ങനെയാണ് വലിയ വിലവർദ്ധന? വെല്ലുള്ളി ഇപ്പം ഈ ആഴ്ച ഫുള്ളുള്ള മാതിരി തന്നെയുള്ള വില തന്നെ ഉള്ളൂ. ഓണായിട്ടൊരു പ്രത്യേക വില ഒന്നിനും വർദ്ധിച്ചതായിട്ട് ഒരു കിലോ വലിയുള്ളി വെല്ലുള്ളി ഇപ്പോൾ വിൽക്കുന്നത് 50 രൂപയാണ്. മറ്റേ വില കൂടിയിട്ടൊന്നുമില്ല. ആ സാധാരണ ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയൊക്കെ വിറ്റ 50 തന്നെയാണ്. അപ്പോൾ കുറവൊന്നുമില്ല. ഓണത്തിൻ്റെ കച്ചവടം എങ്ങനെയാണ്? ഓണത്തിൻ്റെ കച്ചവടം തെറ്റില്ല. അത് അത്യാവശ്യം ആൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വില കുറവുണ്ടല്ലോ. ഇപ്പോൾ 1/2 കിലോ വാങ്ങാൻ പറ്റുന്നൊരു വില തന്നെ ഉള്ളൂ. സാധാരണ വലിയ വില ഒന്നുമില്ല. പയറ്, മറ്റു സാധനങ്ങളൊക്കെ വില എങ്ങനെയാണ്? ചില സാധനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 1-2 സാധനങ്ങൾ വരാത്തതുണ്ട്. തക്കാളിയുടെയും ക്യാരറ്റിൻ്റെ തക്കാളി ഇവിടെ വിൽക്കുന്നത് 20 രൂപയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ ക്യാരറ്റ് വിൽക്കുന്നത് 80 രൂപ, 90 രൂപ ഒക്കെ ആയതാണ് ഇപ്പോൾ. കാരണം ഒരാഴ്ച ആയിട്ട്. വലിയ വർധന. അത് ഇനി അടുത്ത ആഴ്ച ആകുമ്പോൾ 40 ഉറുപ്പ്യാവും. എന്തായാലും ഓണത്തിന്റെ കച്ചവടം കാര്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പച്ചക്കറി കടയിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞത്. ഒപ്പം പലചരക്ക് വിപണി നോക്കുകയാണെങ്കിൽ പഞ്ചസാരക്കാണ് ഇത്തവണ കാര്യമായി വില വർദ്ധിച്ചിട്ടുള്ളത്. 68-70 ഒക്കെ പലയിടങ്ങളിലായി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചസാര അടക്കമുള്ള പൊടി, മസാലപ്പൊടി അടക്കമുള്ള സദ്യയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഒരുക്കുന്നതിൽ മസാലപ്പൊടി പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ നോക്കുകയാണെങ്കിൽ അതിനും വില വർധനവുണ്ട്. ഒപ്പം ശർക്കര, പായസത്തിനും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അത്തരം വസ്തുക്കൾക്കൊക്കെ തന്നെ വില വർദ്ധിച്ചിട്ടുണ്ട്. പലചരക്ക് കടയിൽ ഏറ്റവും കൂടുതൽ വില വർധനവുള്ളത് ഇത്തവണ പഞ്ചസാരയ്ക്കാണ്. അതെന്തുകൊണ്ടാണ് എന്നറിയില്ല. പായസം ഉൾപ്പെടെ മലയാളികൾ ഒരുക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരിക്കണം പഞ്ചസാരയ്ക്ക് വില വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും 68 രൂപയാണ് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ 1 കിലോ പഞ്ചസാരയുടെ വില. ഒപ്പം ശർക്കരയ്ക്ക് 80 രൂപയായിട്ടുണ്ട്. ഒപ്പം മഞ്ഞൾപ്പൊടി, മറ്റു മസാലപ്പൊടികൾക്കും വില വർധനവുണ്ടായിട്ടുണ്ട്. ഓക്കെ, ശരത് കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നേരിയ തോതിലൊക്കെ വില കൂടിയിട്ടുണ്ട്. സപ്ലൈകോയിൽ കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞായറാഴ്ച കൊണ്ട് സദ്യക്കുള്ളതും ഓണക്കോടിക്കുള്ളതും എല്ലാമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുന്ന തിരക്കിലായിരിക്കും മലയാളികളെല്ലാം എന്ന് വിചാരിക്കും.